NTPC ഗ്രീൻ എനർജിയിൽ നിന്നും 378 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ച സ്റ്റോക്കായി മാറിയിട്ടുണ്ട് സുസിലോൺ എനർജി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സുസിലോൺ എനർജി 1.3% ഉയർന്ന് 60 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. 52 വീക്കിലോ 37. NTPCയുടെ സബ്സിഡറി കമ്പനിയായ NTPC ഗ്രീൻ എനർജിയിൽ നിന്നും 378 മെഗാവാട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് കൂടി ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NTPCയും സുസിലോൺ എനർജിയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തത്തിൻ്റെ സൈസ് 1544 മെഗാവാട്ടായി ഉയർന്നു. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 3.15 മെഗാവാട്ട് ശേഷിയുള്ള ഹൈബ്രിഡ് ലാറ്റിസ് ടവറുകളും വിൻഡ് ടർബൈനുകളും സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് സുസിലോൺ എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചത്. കൂടാതെ ഈ പ്രോജക്റ്റിൻ്റെ കമ്മീഷൻ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും ഫർദർ ഓപ്പറേഷൻസ് നടത്താനുമുള്ള അധികാരവും സുസിലോൺ എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ മാത്രം സുസിലോൺ എനർജി എന്ന കമ്പനിക്ക് 2 പ്രോജക്റ്റുകൾ ലഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 17-ാം തീയതിയും കമ്പനിക്ക് 100 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. തുടർച്ചയായി ലഭിക്കുന്ന പ്രോജക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഉയർന്ന സ്റ്റോക്ക് ഒരാഴ്ച കൊണ്ട് 12% റിട്ടേണും, ഒരു മാസം കൊണ്ട് 18% റിട്ടേണും, ഒരു വർഷം കൊണ്ട് 41% റിട്ടേണും, 5 വർഷം കൊണ്ട് 2100% റിട്ടേണും ജനറേറ്റ് ചെയ്തു. ഇനി സുസിലോൺ എനർജി എന്ന സ്റ്റോക്കിനെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് 65 ആണ്. സ്റ്റോക്ക് 50 അല്ലെങ്കിൽ 50 എന്ന റേഞ്ചിനടുത്ത് ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം റീസെൻ്റ് ഹൈ ആയ 59 രൂപ 50 പൈസയ്ക്ക് മുകളിലാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. 59 രൂപ 50 പൈസയ്ക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം 65 എന്ന ലെവലിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കഴിഞ്ഞ 2 ദിവസമായി ഉയർന്ന ബൈയിങ് മൊമെൻറ്റവും സ്റ്റോക്കിൽ പ്രകടമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 65 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഓൾ ടൈം ഹൈ ആയ 86 എന്ന ലെവലിനെ റീഗെയിൻ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് വേണം സുസിലോൺ എനർജിയുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 54-നും 64-നും ഇടയിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് നടത്തുന്നത്. ഇവിടെ 65 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം വരാനും സ്റ്റോക്ക് 86 എന്ന ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. കൂടാതെ സ്റ്റോക്കിൻ്റെ 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചും 64-ന് അടുത്തായിട്ടാണുള്ളത്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് 57 ആണ്. 57-ന് ശേഷം 55 രൂപ 50 പൈസയ്ക്കടുത്തും മികച്ച സപ്പോർട്ടുണ്ട്. ബോട്ടം ലെവലിൽ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4% ഉയർന്ന് 658 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 635 രൂപയിൽ നിന്നും 661 എന്ന ഇൻട്രാഡേ ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആവുകയും അട്രാക്റ്റീവ് വാല്യൂഷനിൽ സ്റ്റോക്ക് ലഭിക്കുകയും കൂടാതെ ഓട്ടോ സെക്ടറിൽ തന്നെ കുറഞ്ഞ വാല്യൂഷനും EV സെക്ടറിൽ ഉയർന്ന എക്സ്പോസറുമൊക്കെയാണ് സ്റ്റോക്കിൽ ബോട്ടം ലെവലിൽ ബൈയിങ് വന്നതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വാല്യൂഷൻ 5.78, 52 വീക്ക് ഹൈ 1179, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഒട്ടുമിക്ക അനലിസ്റ്റുകളുടെയും ടാർഗറ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെ കറണ്ട് പ്രൈസിനേക്കാൾ ഹയർ ലെവലിലാണ്. മോത്തിലാൽ ഒസ്വാൾ ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗും 740 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു വർഷത്തെ സമയമാണ് മോത്തിലാൽ ഒസ്വാൾ ആവശ്യപ്പെടുന്നത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഉയർന്ന മാർജിനും വാണിജ്യ വാഹനം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിലുള്ള കമ്പനിയുടെ തിരിച്ചുവരവിൻ്റെയും പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ആക്സിസ് സെക്യൂരിറ്റി സ്റ്റോക്കിന് 700 രൂപയുടെ ടാർഗറ്റും ഹോൾഡ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് അൺസർട്ടനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് കാണാൻ സാധിക്കുക. പലപ്പോഴും ഗ്രീൻ ക്യാൻഡിലുകളും റെഡ് ക്യാൻഡിലുകളും മാറി മാറി കാണാൻ സാധിക്കും. അതേസമയം സ്റ്റോക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ നൽകിയിട്ടില്ല. എന്നിരുന്നാലും 675 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 625 ആണ്. അതിനുശേഷം 600 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 675 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 710 എന്ന ലെവൽ വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം.
ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 677 രൂപയുടെ ടാർഗറ്റാണ് എയിം ചെയ്യേണ്ടത്. മീഡിയം ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 740, 760 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം. 15 മുതൽ 20% ഹയർ സൈഡാണ് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും മീഡിയം ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കൂടാതെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 38.2% ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ 763 അടുത്തായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾക്ക് ഈ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. ലോങ് ടൈമിൽ സ്റ്റോക്കിലേക്ക് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിന് 857, 951, ഈവൻ 1037 തുടങ്ങിയ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലുകൾ ടാർഗറ്റായി എയിം ചെയ്യാവുന്നതാണ്.